ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൾട്ടിവുഡിലൊക്കെ ഒട്ടിക്കുന്ന ഇതുപോലത്തെ ഷീറ്റാണ്. ഇതിവിടെ TV യൂണിറ്റ് പണിതപ്പോൾ വേസ്റ്റ് വന്നിട്ടുള്ള പീസാണ്. ഇത് വെച്ച് നമുക്കിന്നൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു പേപ്പറിൽ ഫ്ലവർ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് വെച്ച് വരച്ചെടുക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായി ഇതൊന്ന് വെച്ച് വരച്ചെടുക്കാം. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് കാർഡ്ബോർഡ് പീസിലൊക്കെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെറുതെ കിടക്കുകയായതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കാർഡ്ബോർഡ് പീസുകളൊക്കെ എടുക്കാം. ഇനി നമ്മളിതിൽ ഫ്ലവർ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ആദ്യം ഇതിൽ നിന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വരച്ചെടുത്തിട്ടുള്ള ഓരോ ഇതളുകളുടെയും ഇടയിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതളുകളുടെ ഇടയിലൂടെ എല്ലാം നമ്മൾ മുഴുവനായും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കത് നമ്മൾ വരച്ചെടുത്ത ഫ്ലവറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് കട്ടിയുള്ള ഏതൊരു പേപ്പറിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തതിനേക്കാളും കുറച്ച് വലുതും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മളിതിൽ ഇലയുടെ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ വേറെ 3 ഇലകൾ കൂടെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തെടുക്കുന്ന ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വലിയ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് നമുക്ക് ചെറിയ ഫ്ലവർ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമ്മളത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ട് 2 ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് 2 ഹോൾ ഉണ്ടാക്കി കൊടുത്തു. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിനെല്ലാം നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ഫ്ലവറിനാണ് പെയിന്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് പെയിന്റ് ചെയ്ത് കൊടുത്ത് അത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ താഴെയും പെയിന്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ പെയിന്റ് ചെയ്തെടുത്തത് നമുക്ക് ഉണങ്ങാനായി മാറ്റി വെക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകളിലെല്ലാം നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇലകൾക്കും നമുക്ക് 2 സൈഡിലും പെയിന്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഫ്ലവറിന്റെ മുകൾ ഭാഗത്ത് പെയിന്റ് ചെയ്ത് കൊടുത്തത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇലകളുടെ താഴെ നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമുക്ക് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയുടെ പീസുകളാണ്. ഇത് നമുക്ക് ഫ്ലവറിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഫ്ലവറിന്റെ നടുക്കായിട്ട് ഹോൾ ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് കെട്ടുകമ്പി അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഫ്ലവറിന്റെ താഴെ വെച്ച് കൊടുക്കാൻ വേണ്ടി പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതും കൂടെ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള തണ്ട് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ കലണ്ടറിൽ നിന്നും ഒരു പേജാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ റോൾ ചെയ്തെടുത്തു. അത് നമ്മൾ കമ്പിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇലകളിലേക്ക് വേണ്ട തണ്ടുകളും റോൾ ചെയ്തെടുത്തു. ഇലകൾ വെച്ച് കൊടുക്കാനുള്ള തണ്ടുകൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ വലിയ തണ്ടിലേക്ക് ഇത് ഒട്ടിച്ചെടുക്കണം.
ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമുക്ക് ഇതിലെല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഇവിടെ പെയിൻറ് പോയ ഭാഗത്ത് നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പം നമ്മൾ തണ്ടുകളിലെല്ലാം ഇതുപോലെ പെയിൻ്റ് എല്ലാം കൊടുത്തെടുത്തു. ഇനി നമുക്ക് ഇലകളെല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഫ്ലവറിൻ്റെ നടുക്ക് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മളിവിടെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള വുളൻ ത്രെഡ് അതിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറന്നു പോകരുതേ. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന വുളൻ ത്രെഡ് ഫ്ലവറിൻ്റെ നടുക്ക് ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇലകൾ ഈ ഒരു രീതിയിലാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇത് നമ്മളൊരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഇലകൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ തെർമോകോളിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അതൊന്ന് വെച്ച് നോക്കാം. ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇലകളെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഫെവി ബോണ്ട് വെച്ചാണ് ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇലകൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് അത് ഒട്ടിക്കിട്ടുന്നത് വരെ കുറച്ച് സമയം നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഓരോ ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ഇല കൂടെ ഒട്ടിച്ചെടുക്കാനുണ്ട്. ഇപ്പം നമ്മൾ എല്ലാ ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുത്തു. നമ്മൾ ഈ പോട്ടിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിന് മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ പെയിൻ്റൊക്കെ കൊടുത്തെടുക്കാം. ഇത് ചെയ്തെടുത്തപ്പോഴേക്കും ഒരുപാട് സമയമായി. അപ്പം നമ്മളിനി അതിന് മുകളിൽ പെയിൻ്റൊന്നും കൊടുത്തെടുക്കുന്നില്ല. അപ്പം നമ്മളിന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.